കുഴപ്പമില്ലായിരുന്നു, കണ്ടോണ്ടിരിക്കാം. അങ്ങനെ ഒന്നും ഇല്ല. അഭിനയം കൊള്ളായിരുന്നു. ഇതിൽ ഇച്ചിരി ജെനുവിനിറ്റിയൊക്കെ ഉണ്ട്. കൊള്ളാം, പടം കൊള്ളാം, ഡയറക്ഷനൊക്കെ കൊള്ളാം, കുഴപ്പം ഒന്നും തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. ചിത്ര സിനിമ പോലത്തെ ഒരു സിനിമയാണ്. അതായത് ഭരണകൂട ഭീകരതകൾ കാലാകാലം നടക്കുന്ന ഒരു വംശഹത്യകളെ മറച്ചുപിടിക്കുന്നതിന് തുറന്നു കാണിക്കുന്ന ഒരു സിനിമയാണ്. വളരെ നല്ലതാണ്. ചരിത്രത്തെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചരിത്ര സിനിമകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഇതായിട്ട് എടുത്തിട്ടുള്ളതല്ല, ഒരു ചരിത്ര കഥയിനെ വളരെ ലഘുവായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എടുത്തിട്ടുള്ള ഒരു ഇതാണ്. സൂപ്പറായിരുന്നു, സൂപ്പർ സിനിമ. കണ്ടിരിക്കാം, ഫാമിലിക്കൊക്കെ കരയാനൊക്കെ ഉണ്ട്. സൂപ്പറായിരുന്നു. കൂടുതൽ ദിലീപിൻ്റെ അഭിനയം നല്ല സൂപ്പറായിരുന്നു. എല്ലാം ഉണ്ട്, സങ്കടം എല്ലാം ഉണ്ട്. നല്ല പടം. ദിലീപിൻ്റെ അഭിനയം കൊള്ളായിരുന്നു, നല്ല സിനിമയാണ്. കൂടുതലൊന്നും പറയായിരുന്നു. കൊള്ളായിരുന്നു, കുഴപ്പമില്ല. മൂവി നല്ലതാണ്. അത് ഭയങ്കര ഒരു മീൻസ് പഴയ കാലങ്ങളൊക്കെ ഒത്തിരി കൂടെ ഓർമ്മ വരാനുണ്ടായ എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ ഒരിക്കലും ചിന്തിക്കുമല്ലോ ഇത്രയും ഒരു നാട് തന്നെ ഇത്രയും മീൻസ് അത്രയും നമുക്കത് ഉൾക്കൊള്ളാൻ ഇപ്പോൾ പറ്റുന്നില്ല ശരിക്കും. അപ്പോൾ അവർ ആ സമയത്ത് എന്തുമാത്രം അനുഭവിച്ചിരിക്കും, അതിപ്പോൾ ശരിക്കും കാണുമ്പോൾ വല്ലാണ്ട് ഫീലാവും. നല്ല ടച്ചിങ് മൂവി തന്നെയാണ്, സൂപ്പറാണ്. അത് പിന്നെ പറയാനില്ലല്ലോ, നമുക്കത്രയും പ്രിയപ്പെട്ട നടനല്ലേ, തീർച്ചയായിട്ടും നല്ല അഭിനയം. അത് പിന്നെ ഒന്നും പറയാനില്ല. അതിൽ സൂപ്പറാണ് എല്ലാം. ആ മ്യൂസിക്കും ആ മൂവിയുടെ മീൻസ് ആ സോങ്ങിൻ്റെ ആ പിക്ചറൈസേഷനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഭയങ്കര നല്ല രസമുണ്ട്. സോങ്ങിൻ്റെ പിക്ചറൈസേഷൻ ആ നല്ല സ്ഥലമൊക്കെ വളരെ നല്ല മൂവിയാണ് കേട്ടോ, നല്ലതാണ്. വളരെ നല്ല ഫിലിമാണ്, ഫാമിലിയായിട്ട് കാണാനൊക്കെ പറ്റിയ നല്ലൊരു ഫിലിമാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള നമ്മൾ കാണുന്ന കുറച്ച് മൂവീസ് എടുത്ത് നോക്കി അതിൽ വെച്ച് നോക്കുമ്പോൾ കണ്ട് ഇരിക്കാനായിട്ട് നല്ലൊരു ഫിലിമാണ്. കാരണം കുറച്ച് റിവ്യൂസൊക്കെ കണ്ടു, അപ്പോൾ ഞാൻ കരുതിയായിരുന്നു കാണണം എന്ന്. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്. ദിലീപിന് അതൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് ഈ പടം കാണുമ്പോൾ, ഈ പടമല്ല ദിലീപിൻ്റെ പടവലങ്ങളും പല പടങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാലും ഇത് നന്നായിട്ടുണ്ട്, ഒരുപാട് നന്നായി. പിന്നെ ആ ഇടുക്കി ഭാഗമൊക്കെ അല്ലേ, അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ലളിതമായ രീതിയിലുള്ള പഴയ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളുടെ കുറേ കാര്യങ്ങൾ അതൊക്കെ വളരെ നല്ലതാണ്, കൊണ്ടും നല്ലതാണ് കേട്ടോ. അത് അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, ചില ഭാഗങ്ങൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. അങ്ങനെയൊക്കെ ഉണ്ട്. കുറച്ച് നിർഭരമായ രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, നിർഭരമായ കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട്. നല്ലതാണ് കേട്ടോ. എനിക്ക് മൊത്തത്തിൽ പറയാനായിട്ട് വളരെ നല്ലതായിട്ട്, പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. വളരെ നല്ല പടമാണ് കേട്ടോ, എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്.